അസ്സലാമലൈക്കും. അപ്പോൾ ഒന്ന് ഞങ്ങൾ ജിദ്ദയിലേക്ക് MRAയിലേക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ വിഷു ആയതുകൊണ്ട് അവിടെ സദ്യയാണ് കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്ത് അവസാനം ഇലക്കെട്ടെന്ന് വിളമ്പാൻ തുടങ്ങി കേട്ടോ. ഇത് ഞങ്ങൾ അവിടെ ജിദ്ദയിലായപ്പോൾ വിഷുവിൻ്റെ അന്ന് പോയതാണ് കേട്ടോ, ഒരു റെസ്റ്റോറൻറ്റൊക്കെ. അപ്പം അങ്ങനെ ഞങ്ങൾ ജിദ്ദയിൽ പോയപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ച് അങ്ങനെ പോന്നു. അപ്പോൾ സദ്യകൾ വിളമ്പാൻ തുടങ്ങിയിരിക്കണം കേട്ടോ. ഇതവിടെ ഇപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഇടാൻ കഴിഞ്ഞില്ല, മറ്റേ ചാനലിൻ്റെ ഇതുണ്ടപ്പോൾ ഇപ്പോഴും അതിൽ വീഡിയോ ഒന്നും ഇടാൻ കഴിയണില്ല കേട്ടോ. ഒക്കെ വീഡിയോസുകളൊക്കെ ലോക്കായിക്കാണ്, എന്താണെന്ന് അറിയില്ല. അപ്പം എല്ലാതും വിളമ്പാൻ തുടങ്ങി കേട്ടോ. ചോറ് വിളമ്പാൻ തുടങ്ങി, പിന്നെ നെയ്യ് വിളമ്പി, അങ്ങനെ ഓരോരോ ഐറ്റംസുകൾ അങ്ങനെ ഇട്ട് തരണം കേട്ടോ. ഇത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ, കഴിക്കണതിനെക്കാട്ടിലും ഇങ്ങനെ വിളമ്പണത്. അപ്പം ഇനി സാമ്പാർ ഒഴിച്ചാൽ മതി കേട്ടോ. അതിന് വെയിറ്റ് ചെയ്തും കൊണ്ടിരിക്കുകയാണ് ഓളനും കാളനും. അപ്പോൾ സാമ്പാറും വന്നു. അപ്പോൾ ഇനി കഴിച്ചാൽ മതി കേട്ടോ. അപ്പുറത്ത് അമ്മയുണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ദിവസം നല്ല പൊടിക്കാറ്റുള്ള ദിവസം ജിദ്ദയ്ക്ക് പോയതാണ് കേട്ടോ. അന്ന് പിന്നെ പർച്ചേസിങ്ങിന് പോയതാണ് കേട്ടോ. എന്നും പർച്ചേസിങ്ങിനാണ് പോണത്. ഞങ്ങൾ പോണീനടുപ്പിച്ച് പുറത്ത് പോയതാണ് കേട്ടോ. എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ പർച്ചേസ് ചെയ്യണമെന്ന് കാണിക്കലില്ല കേട്ടോ. അപ്പോൾ നല്ല പൊടിക്കാറ്റാണ് പുറത്ത്. ഇത് ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് ഇഡ്ഡലി കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറിട്ടോ. ഇഡ്ഡലി നെയ്റോസ്റ്റൊക്കെ കഴിക്കാൻ എല്ലാതും ഓരോ സെറ്റ് വാങ്ങിയിരുന്നു കേട്ടോ. ഇത് നെയ്റോസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ബ്ലഡ് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെയൊക്കെ കാണിച്ച് പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നതിന് കേട്ടോ. അത് പെരാന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലെ പെരിന്തൽമണ്ണ അതിലേക്ക് കേട്ടോ. പുതിയ മീനും ചോറും മാത്രം, സാമ്പാർ, അവിയൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മീനുണ്ട്, കാളാഞ്ചി, അയില, പിന്നെ കൂന്തൾ റോസ്റ്റ്, ചെമ്മീൻ, പിന്നെ അപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ വണ്ടി നിർത്താനൊന്നും തീരെ സ്ഥലമില്ല. ഇങ്ങനെയൊക്കെ നിർത്തി ഞങ്ങൾ ഉള്ളിൽ കയറ്റിയവർ കേട്ടോ. അതിൽ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഓരോരോ ഐറ്റംസുകളിങ്ങനെ വിളമ്പാൻ നിൽക്കുകയാണ് കേട്ടോ. നേരെ ക്യൂ നിന്ന് അവിടെ പിന്നെ കയറി വിളിച്ചപ്പോൾ അവർ പെട്ടെന്ന് വിളിച്ചു കേട്ടോ. അപ്പോൾ അവർ നമ്മളെ കണ്ടപ്പോൾ അങ്ങനെ വിളിച്ചിങ്ങാണ്ട് കൊണ്ടുപോയിങ്ങാണ്ട് ഇരുത്തിയിട്ട് ഫുഡ് തരുകയാണ് കേട്ടോ. അപ്പോൾ പലതരം മീനുണ്ട്. ഞങ്ങൾ 1-2 വീതം ഐക്കോറ, ഓലി, പിന്നെ അതേപോലെ കല്ലുമ്മക്കായ അങ്ങനെയൊക്കെ ഓർഡർ ചെയ്ത് കേട്ടോ. പിന്നെ കാളാഞ്ചി മീൻ ഒക്കെ ഓരോരോ പീസ് ഓരോന്നെടുത്ത് കേട്ടോ. ഒക്കെ എല്ലാ ഐറ്റം ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ എല്ലാ ഐറ്റം എടുത്തിരുന്നു. എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. മീനുകളൊക്കെ ഇനി വരാണ്ട് കുറേ. അപ്പോൾ ഉപ്പേരികളൊക്കെ കൂട്ടാനുകളൊക്കെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. ചോറും സാമ്പാറും കുറച്ച് ഐറ്റംസ് മീനുകളും വന്നാൽ മതി കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി, ചൂടും അല്ലേ നല്ല. അപ്പോൾ ഒന്നും മഴ പെയ്യാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ കുട്ടികൾ ചിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് റിസൾട്ട് കാണിച്ചിട്ട് അങ്ങനെ ഡോക്ടറെ കണ്ട് മരുന്നും വാങ്ങി അങ്ങനെ വന്ന് വീട്ടിൽ നിന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് പേരാ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കണം എന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ
ജ്യേഷ്ഠത്തിൻ്റെ മരുമോള് പ്രസവിച്ചെടുക്കുന്നുണ്ട്. അവിടെ പോയി അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇന്ന് വെറും ഫുഡ് വീഡിയോ മാത്രമാണ് കേട്ടോ. ഫുഡ് വ്ളോഗാണ്. അപ്പോൾ സാമ്പാർ, മീൻകറി ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ മീനുകളൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ, കാണിച്ചിട്ടില്ല. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ നല്ല മഴയാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ചെന്നപ്പോൾ നല്ല ഇടിയും മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയൊന്നും ചെയ്യണില്ല. വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഇതാക്കും ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യും വേണം. അപ്പോൾ വീഡിയോ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടു പോവാണ് കേട്ടോ. അപ്പോൾ ഒന്ന് അറിയുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കേ. പഞ്ഞി നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും പെയ്തു കേട്ടോ. അപ്പം മഴ ഇങ്ങനെ സ്പീഡിൽ പെയ്തും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് നല്ലോണം പെയ്തു. നന്നായിട്ട് കോരിച്ചൊരിയുന്ന മഴ കേട്ടോ. രാത്രി കുട്ടികളൊക്കെ പുറത്തിറങ്ങി തുള്ളിച്ചാടുകയാണ് കേട്ടോ. കുഞ്ഞൊക്കെ ചാടി കളിക്കുകയാണ്. അപ്പോൾ ഇടിയും വെട്ടുന്നുണ്ട്, മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ മക്കളെ പുതിയ സ്കൂൾക്ക് മാറ്റി ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയതാണ് കേട്ടോ. സ്കൂൾ ബസ്സാണ്. പിന്നെ അപ്പുറത്ത് വലിയ ഗ്രൗണ്ട് ഉണ്ട്. പുതിയ സ്കൂളാണ് കേട്ടോ. ഓക്കെ. പിന്നെ അങ്ങനെ ഞങ്ങൾ മോളെ വീട് കാണാൻ പോയിട്ടോ. അപ്പുറത്ത് മൂത്തച്ഛൻ്റെ വീടാണ്. അവർ വീട് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട് പണി നടക്കുന്നിടത്തേക്ക് ഇങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പാർട്ടിക്കാർ ജയിച്ച ജാഥയാണ് കേട്ടോ പുറത്ത് നടക്കണത്. ഇനിയിപ്പോൾ ജാഥ ഞങ്ങൾ ചെന്നപ്പോഴേക്കിന് പോയിക്കണം കേട്ടോ. ഭയങ്കര റാലിയായിരുന്നു കേട്ടോ. കൊട്ടും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ UDF ജയിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ നല്ല റാലി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ വന്നപ്പോഴേക്കിന് ഫോണൊക്കെ എടുത്തപ്പോഴേക്കിന് ജാഥ പോയി. പിന്നെ അത് ഒരു കല്യാണത്തിന് പോയതാണ് കേട്ടോ. റെസിഡൻസി പൂപ്പലം ഓഡിറ്റോറിയമാണ് കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ മോൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. നിക്കാഹ് ഉണ്ടായിരുന്നു. അത് 11 മണിക്ക് കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചങ്ങാണ്ട് അങ്ങനെ വന്നിരുന്നു. കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ പോന്നു കേട്ടോ. ഇതാണ് ചെക്കനും പെണ്ണും. പിന്നെ ഇവിടുത്തെ ഇളയമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മോളെ കുട്ടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ കുടുംബമാണ്, പരിചയക്കാരാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരെ കണ്ടു. അപ്പോൾ വീഡിയോ എൻ്റെ പേര്. അസ്സലാമു അലൈക്കും.